പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളായ അനേകം മക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാവും പകലും എന്ന പോലെ മക്കളെ ഓർത്ത് നിലവിളിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് ചങ്കുപൊട്ടി കരയുന്ന അനേക മക്കളുടെ നിലവിളിയും അതിന് കാരണമായ മക്കളുടെ അവസ്ഥകളും സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിയോഗങ്ങളിലും അവിടുന്ന് അതിശക്തമായിട്ട് ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിന് വലിയ ഇടപെടൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ആയിരിക്കുമ്പോൾ അനേക മക്കള് ചതിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിൽ ഒത്തിരി തകർച്ചകൾ നേരിടുന്നു. പ്രത്യേകിച്ച് ഏജൻസിക്കാര് പല പല മോഹന വാഗ്ദാനങ്ങൾ നൽകി നമ്മുടെ മക്കളെ വലിയ ലോണൊക്കെ അടുപ്പിച്ച് പഠിക്കാനും മറ്റ് പല കാര്യങ്ങൾ, പാർട്ട് ടൈം ജോലിയുണ്ട്, അങ്ങനെ പറഞ്ഞു പോയിട്ട് അനേക മക്കൾ ഇന്ന് വിദേശത്ത് നിന്ന് ചങ്കുപൊട്ടി വിളിക്കുന്നു. അനേക മാതാപിതാക്കള് ഇങ്ങനെ പോയ മക്കളെ ഓർത്ത് വിളിക്കുന്നു. പാർട്ട് ടൈം ജോലിയില്ല, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, ലോൺ എടുത്തിട്ട് പോയിട്ട് അതിന്റെ കടബാധ്യത. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഇന്ന് ഇവിടെ ജോലി ഉണ്ടായ മക്കള് ആ ജോലി വിട്ടിട്ട് പഠിക്കാൻ വേണ്ടി കാനഡയിലും മറ്റു പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെ ചെന്നിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, ജോലി കിട്ടിയിട്ടില്ല, മാസങ്ങളാണ് ജോലിയില്ല, പക്ഷെ ഭക്ഷണം പോലും കഴിക്കാനില്ല, നിലവിളിക്കുന്ന അനേക മക്കള്, അതിന്റെ പേരില് ഡിപ്രഷനിൽ പെട്ടുപോയവര്, ഡ്രഗ് അഡിക്റ്റ് ആയി പോയ മക്കള്, ചില മക്കളെങ്കിലും ഈ സമയത്ത് ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചുകൊണ്ട് ഒത്തിരി മക്കള് വിളിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്ലസ് ടു കഴിയുമ്പോഴേക്കും ഒരു നല്ല പ്രായമാകുമ്പോഴേക്കും വലിയ കടബാധ്യത ഭാരം വഹിക്കേണ്ട മക്കള്, ചുമലിലേറ്റപ്പെട്ട മക്കള്, കുടുംബത്തെയോർത്ത് വേദനിക്കുന്നു. വലിയ ലോണാണ്, എങ്ങനെ വീട്ടും, തിരിച്ചു വന്ന എന്തായിരിക്കും അവസ്ഥ, അതിന് വേദനിക്കുന്ന ഒത്തിരി മക്കൾ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം എന്റെ പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, പണ്ടത്തെ പോലെയല്ല ഇന്ന് വിദേശത്തുള്ള പോക്ക്. ഒത്തിരിയേറെ അനുഭവത്തിൽ വെച്ചാൽ പറയാം, വളരെയേറെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളരെയേറെ തീരുമാനം എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. 120 സങ്കീർത്തനത്തില് 2-ാമത്തെ വചനത്തില് ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്താണ് വ്യാജം പറയുന്ന അധരങ്ങൾ, വഞ്ചന നിറഞ്ഞ നാവ്? ഇന്ന് പല പല ഏജൻസിക്കാര് നമ്മൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെയാണ് കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കിയാൽ 100,000 പേര്, 100,000 ഏജൻസികള് നാളെ കൊണ്ടുപോവാം, അടുത്ത മാസം, 2 മാസം, അങ്ങനെ പല മക്കളും പൈസ കൊടുത്തു. അങ്ങനെ പെട്ടുപോയ മക്കൾ, ചില മക്കളെങ്കിലും അവിടെ ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നു, പിന്നെ ജോലിയില്ല, താമസ സൗകര്യമില്ല, ഭക്ഷണമില്ല, പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ലോൺ അടയ്ക്കാൻ പറ്റണില്ല. ഒത്തിരി വേദനിക്കുന്ന മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് പല മക്കളും വിദേശത്തും ഉപരിപഠനാർത്ഥവും ഒക്കെ പോകാൻ വേണ്ടി ഇരിക്കുമ്പോ ഇതെല്ലാം കണ്ട് നല്ല പോലെ പ്രാർത്ഥിച്ച് നല്ല പോലെ തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ വ്യാജം പറയുന്ന അധരങ്ങൾ, വഞ്ചന നിറഞ്ഞ നാവ്, ഇന്ന് മാധ്യമങ്ങളിലൂടെ, പരസ്യത്തിലൂടെ, മീഡിയയിലൂടെ മക്കളെ പറ്റിക്കുമ്പോ, ചതിക്കാൻ ശ്രമിക്കുമ്പോ, കർത്താവേ, ഞങ്ങളുടെ മക്കളെ അതിൽ നിന്നൊക്കെ കാത്ത് സംരക്ഷിക്കണം. വ്യാജം പറയുന്ന അധരം, അതിൽ നിന്ന് മോചിപ്പിക്കണം. വഞ്ചന, ഏതു വിധേനയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തു വഞ്ചനയും ചതിയും കാട്ടുന്നവരിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണം. നല്ല തീരുമാനമെടുക്കണം. അതിനുവേണ്ടിയൊക്കെ
ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ മക്കളെ, ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും കൂടി ആഴ്ത്തി പറയുകയാണെങ്കിൽ, ഈ ലോകത്തിന്റെ സമ്പത്തിനു വേണ്ടി, ഈ ലോകത്തിൽ എന്തൊക്കെയോ വാരിക്കൂട്ടാൻ വേണ്ടി നമ്മുടെ മക്കളെ ബലിയാടുകളാക്കാതെ സ്വർഗത്തിന് വേണ്ടി, നമുക്കറിയാം അന്നൊന്ന് വേണ്ട ആഹാരം കർത്താവ് നമുക്ക് തരും വേണ്ടത്. അതുകൊണ്ട് ശരിക്കും പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് ഒരിക്കലും വ്യാജം പറയുന്ന വഞ്ചന നിറഞ്ഞ അവസ്ഥയിൽ ചെന്ന് പെടാതെ കർത്താവിന്റെ മക്കളെ, നിങ്ങളെ ദൈവം സംരക്ഷിക്കട്ടെ. നമുക്ക് അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആർത്തി, അത്യാഗ്രഹം, അതൊന്നും നമ്മുടെ ജീവിതത്തെ അധികം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയോടെ, വിവേകത്തോടെ, തിരിച്ചറിവോടെ ഇന്നത്തെ പശ്ചാത്തലങ്ങള് ഒന്നും കൂടി ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ മക്കള് വിദേശത്ത് പോകാനും ഏജൻസികളെ സമീപിക്കാനും ലോൺ എടുക്കാനും പൈസ മുടക്കാനും ഇടയാകട്ടെ. അനേക മക്കള് ലക്ഷങ്ങൾ എടുത്ത് പോയിട്ട് പെട്ടുകിടക്കുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് മക്കളെ, ഇതിൽപ്പെടാതെ ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ജനുവിനായിട്ടുള്ള, സത്യമായിട്ടുള്ള, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കടന്നു വരട്ടെ. വ്യാജം, വഞ്ചന, ചതി, കപടത ഇതൊന്നും കടന്നു വരാതെ നമ്മുടെ മക്കൾ സംരക്ഷിക്കപ്പെടട്ടെ. ആ ഒരു നിയോഗത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് ദിവ്യാനുസരണത്തില് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും ഇതിലൊന്നും പെടാതെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛനും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ മക്കളെ ഉയർത്തി അങ്ങയുടെ കൃപകൾ ശക്തി പ്രാപിക്കാൻ ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഇപ്പോൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രത്യേകമാവിധത്തില് ഈശോയെ, ഞങ്ങളുടെ മക്കൾ ചതിക്കപ്പെടാതിരിക്കാൻ, വ്യാജത്തിൽ പെടാതിരിക്കാൻ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം തന്നെ കർത്താവെ, വിദേശത്തും പല സ്ഥലത്തും പഠിക്കാൻ പോയി വഞ്ചിക്കപ്പെട്ട്, ചതിക്കപ്പെട്ട്, കടം കയറി, ലോണിന്റെ ബാധ്യതയില്, പാർട്ട് ടൈം ജോലി ഇല്ലാതെ, ഫീസ് അടയ്ക്കാൻ പോലും പൈസ ഇല്ലാതെ, പഠനം മുടങ്ങി, കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റാതെ വേദനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ കരുണയ്ക്കായും അങ്ങയുടെ ശക്തമായ ഇടപെടലിനായിട്ടും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കടെ വേദന, കടബാധ്യത, ജപ്തിയുടെ അവസ്ഥകള്, ലോണിന്റെ മേഖലകള്, ജോലിയില്ലാത്ത അവസ്ഥകള്, അതിന് സങ്കടങ്ങള്, നിരാശ, ഒത്തിരിയേറെ മക്കള് ജീവിതത്തില് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി ചങ്കുപൊട്ടി കരയുന്ന മക്കള്, ഈശോയെ നമുക്കടെ കണ്ണുനീരും നിലവിളിയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ തിരുസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, ഇനിയോട് ഞങ്ങളുടെ മക്കള് വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്, വ്യാജ ഏജൻസികൾക്ക് അടിമപ്പെട്ട് പോകാൻ പാടില്ല. ഈശോയെ, അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കണം. നല്ലതായിട്ടുള്ളതല്ലാത്ത ഒന്നും കടന്നു വരാതെ, വ്യാജമായത് കടന്നു വരാതെ, ചതി കടന്നു വരാതെ കർത്താവേ, അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളുടെ പഠനം, ജോലി, ഭാവി ജീവിതം എല്ലാം കർത്താവേ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും എളിമയോടെ കർത്താവെ അങ്ങയുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കൾ ആരും കർത്താവെ ഈ അവസ്ഥയിൽ പെട്ടുപോകരുത്. വിട്ടുപോയ മക്കൾ ഒത്തിരിയേറെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഈശോയെ, ആ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, അങ്ങ് തന്നെ വഴിയൊരുക്കി കൊടുക്കണം. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ അങ്ങ് തുറക്കണം. കർത്താവെ, ഈ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നാശം വരുന്ന വാതിലുകളെ അങ്ങ് അടയ്ക്കണം. ഞങ്ങളുടെ മക്കൾ നാശം ആഗ്രഹിക്കുന്ന എല്ലാ പൈശാചിക പ്രവൃത്തികളെയും നശിപ്പിച്ച് നിർവീര്യമാക്കി അത് കടന്നു വരാതെ
ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മക്കളെയും, എല്ലാ നിയോഗങ്ങളെയും, എല്ലാ പ്രാർത്ഥനകളെയും ദിവ്യാനുസരണത്തിൽ സമർപ്പിക്കും. മക്കളെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഈശോ മാത്രമേ ഉള്ളൂ സഹായിക്കാൻ. ഈശോ കൂടെ ഉണ്ടാവണം. ഈശോയെ, അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങ് ഞങ്ങളെ നയിക്കണം, അങ്ങ് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം, ഞങ്ങളുടെ മക്കളെ അങ്ങ് നിയന്ത്രിക്കണം. കർത്താവേ, ഒരു തിന്മയും കടന്നു വരരുത്, നാശം കടന്നു വരരുത്, വഞ്ചന കടന്നു വരരുത്, വ്യാജം കടന്നു വരരുത്. അതുപോലെ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. കടബാധ്യതയില്, ബാങ്ക് ലോണും ജപ്തിയിലും വിട്ടുപോകാതെ കർത്താവേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടണം, അവർക്ക് ഫീസ് അടയ്ക്കാൻ പൈസ കിട്ടണം. കർത്താവേ, എല്ലാ വഴികളും ഞങ്ങൾക്കറിയില്ല, ഇനി എങ്ങനെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അങ്ങ് സർവാധിപനാണല്ലോ, സർവശക്തനാണല്ലോ, ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവാണല്ലോ, എല്ലാ സമ്പത്തിന്റെയും ഉടയവനായ കർത്താവേ, ഞങ്ങൾക്കൊന്നും അറിയാത്ത അവസ്ഥയിലും അങ്ങിൽ ശരണപ്പെട്ട് അങ്ങയുടെ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കളെ എല്ലാ വസ്തുക്കളോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ, അനുഗ്രഹിക്കണമേ, വഴി തുറക്കണമേ. കർത്താവേ, ആരും നശിച്ചു പോകരുത്, ആത്മഹത്യ ചെയ്യരുത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. അതുപോലെ അങ്ങ് ഇടപെടണം കർത്താവേ, അനുഗ്രഹിക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി മുമ്പിൽ പ്രാർത്ഥിക്കും മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ചതിക്കപ്പെടാതെ, വഞ്ചിക്കപ്പെടാതെ, വ്യാജത്തിൽപ്പെടാതെ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം. വിട്ടുകിടക്കുന്ന മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കണം. എല്ലാ ശക്തിയും ഒഴുക്കി ദിവ്യകാരുടെ നാഥ അങ്ങയുടെ കൃപയാൽ ആശീർവദിക്കണമേ, ജീവന സമർത്ഥിയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഇങ്ങനെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, യേശുവേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യ കാരുണ്യ ഈശോയെ, അങ്ങയുടെ സർവാധിപത്യവും സർവശക്തിയും ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും പ്രവഹിപ്പിച്ചുകൊണ്ട് ഈ വ്യാജത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും ഒക്കെ ഞങ്ങളുടെ മക്കളെ പൊതിയണം. വിട്ടുപോയ മക്കളെ മോചിപ്പിക്കണം, അനുഗ്രഹിക്കണം. ആമേൻ.